ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശത്തിലേക്ക് ലോകം കടന്നതോടുകൂടി ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ടെസ്റ്റ് പരമ്പര നടക്കുന്നുണ്ടോ എന്ന് പോലും ചിലപ്പോൾ പല ആരാധകർക്കും സംശയമാണ്. എന്നിരുന്നാൽ പോലും നമ്മുടെ ഹാർഡ് കോർ ക്രിക്കറ്റ് ആരാധകർക്ക് വേണ്ടിയുള്ള ഒരു അപ്ഡേറ്റ് കൂടിയാണിത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ടെസ്റ്റിൽ ഇന്ത്യ ഒരു ശക്തമായ നിലയിൽ എത്തിയിരിക്കുകയാണ്. മത്സരത്തിൽ ഒരു ഇന്നിങ്സ് ജയത്തിലേക്കൊക്കെ തന്നെ ഇന്ത്യ ഇതിനോടൊപ്പം തന്നെ മോഹിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ തെറ്റില്ല. കാരണം ആദ്യ ഇന്നിങ്സിൽ 564 റൺസ് എന്ന കൂറ്റൻ സ്കോർ അടിച്ചിട്ട ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ ഇപ്പോൾ വലിയ രീതിയിൽ എറിഞ്ഞിട്ടുകൊണ്ടിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാൻ രണ്ടാം ദിനം ബാറ്റിംഗ് അവസാനിക്കുമ്പോൾ 113 റൺസ് എടുക്കുന്നതിനിടെ അവരുടെ 5 വിക്കറ്റ് നഷ്ടമായി കഴിഞ്ഞു. ഇനി ശേഷിക്കുന്ന 5 വിക്കറ്റ് കൂടി എളുപ്പം വീഴ്ത്തിക്കൊണ്ട് അവരെ ഒരിക്കൽ കൂടി ഫോളോ ഓൺ ചെയ്യിച്ച് അവരെ ഒരിക്കൽ കൂടി 10 വിക്കറ്റും കൂടി അവരുടെ എറിഞ്ഞിട്ട് ഒരു ഇന്നിങ്സ് ജയം തന്നെയാണ് ഇന്ത്യ മോഹിക്കുന്നത്. അതൊരു പക്ഷേ ഇന്ന് തന്നെ അതുണ്ടാവാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അരങ്ങേറ്റ മത്സരം കളിക്കുന്ന മാനവ് സുധാറാണ് ഒരു ഗംഭീര പ്രകടനം കാഴ്ചവെച്ചത്. അദ്ദേഹം ആദ്യം മത്സരത്തിൽ തന്നെ ഇതിനോടകം തന്നെ 3 വിക്കറ്റ് എടുത്തു കഴിഞ്ഞു. ഒപ്പം തന്നെ പ്രസിദ്ധ് കൃഷ്ണ 2 വിക്കറ്റ് എടുത്തു. ഇനി അഫ്ഗാനിസ്ഥാന് കാര്യമായ ബാറ്റിംഗ് കരുത്തില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. റഹ്മത്ത് ഷായാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. 43 റൺസുമായി അദ്ദേഹത്തിലാണ് പ്രതീക്ഷയുള്ളത്. ഒപ്പം തന്നെ അസമത്തുള്ള ഒമർ സായി കൂടി എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതാം. പക്ഷേ ഇതിനോടകം തന്നെ പിച്ച് വല്ലാത്ത രീതിയിൽ ബാറ്റർമാർക്ക് പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനെ പോലെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സൈഡിനെ എത്ര കണ്ട് ഇന്ത്യയെ പോലെ ഒരു കരുത്തുറ്റ ടീമിനെതിരെ പൊരുതി നിൽക്കാൻ സാധിക്കുമെന്നുള്ളതും കണ്ടറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയുടെ ജയം ഇന്ന് തന്നെ ഉണ്ടാവും, ഇല്ലെങ്കിൽ നാളെ ഉച്ചയോടുകൂടി തന്നെ പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ്. എങ്ങനെയായിരിക്കും, എത്ര വേഗം അതൊരു ഇന്നിങ്സ് ജയമാണോ എന്നത് മാത്രമാണ് ഇനി അറിയേണ്ടത്.